ഒരുമിച്ച വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, നമ്മുടെ ഏവരുടെയും ഗുരുസ്ഥാനീയനായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ടി.ജെ. ജോഷുവ അച്ഛൻ, വൈദിക ട്രസ്റ്റി പ്രിയപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം മോനാട്ടച്ചൻ, അധ്യക്ഷ വേദിയിൽ വിഷയമായിരിക്കുന്ന മറ്റു വൈദികരെ, സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് കുര്യനച്ചൻ, ഓർബിസ്കോപ്പമാരെ, റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, വൈദിക വിദ്യാർത്ഥികളെ, ശമ്മാശന്മാരെ, ഈ മുഹൂർത്തം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മകളുടെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നാം ഈ സ്ഥാനത്തേക്ക് പാകപ്പെടുത്തിയെടുത്ത ഒരിടമാണ് ഈ സെമിനാരി അഥവാ ഈ പഠിത്ത വീട്. 200 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ മലങ്കര സഭയുടെ തലവൻ ആയിരുന്ന ജോസഫ് മാർ ദിവിനാസ്യോസ് പിതാവ് ദീർഘവീക്ഷണത്തോടും പരിശുദ്ധ സഭയുടെ ഭാവിയെ വാർത്തെടുക്കത്തക്കവണ്ണം വൈദിക സമൂഹത്തെ ഏകീകരിച്ച് അവർക്ക് പരിശീലനവും വിദ്യാഭ്യാസവും ജീവിത ശൈലിയും രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഇവിടെ നിർമ്മിച്ചുയർത്തിയ ഈ ഭവനം അത് ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. മലങ്കര സഭയിൽ ഈ സെമിനാരി സ്ഥാപനത്തോട് തുല്യമായ മറ്റൊരു സ്ഥാപനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഒരു അതുല്യമായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു ഭവനമാണ് പഠിത്ത വീടാണ്. മലങ്കര സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിൽ പലവിധ പ്രതിസന്ധികളിലൂടെ ഇതിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് വിദേശ സഭകളുടെ മേൽക്കോയ്മയും മേധാവിത്വവും മുഖാന്തരം ഏറെ നമ്മുടെ തദ്ദേശീയതയ്ക്കും നമ്മുടെ തനിമയ്ക്കും അല്പസ്വല്പം പരിക്കുകളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും ഈ സഭയുടെ പാരമ്പര്യങ്ങളും വിശ്വാസവും കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം നല്ല പരീക്ഷയച്ചടക്കമുള്ള തീക്ഷ്ണതയുള്ള വിശ്വാസദാർഢ്യമുള്ള ഒരു വൈദിക സമൂഹത്തെ വാർത്തെടുക്കുക, അതുകൊണ്ട് ഈ സഭ ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ള ആ വലിയ ദീർഘവീക്ഷണം ഈ സ്ഥാപകനായിരിക്കുന്ന പിതാവിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ രാജ കുടുംബത്തിൻ്റെ പിൻബലവും മിഷണറിമാരുടെ പ്രോത്സാഹനവും ഇപ്രകാരം ഒരു പഠിത്ത വീട് സ്ഥാപിക്കുവാൻ മുഖാന്തരമായി തീർന്നു എന്ന് ചരിത്രത്തിൻ്റെ വരികൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നാനിടയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വൈദിക പ്രതിനിധിക്കും നൂറുകണക്കിന് അനുഭവങ്ങളും ഓർമ്മകളും അവരവരുടെ മനസ്സുകളിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടാകും. ഓരോ വർഷവും ഇവിടെ ആയിരിക്കുമ്പോൾ അവർ കടന്നുപോയ ജീവിത വഴികളിലെ മറന്നുപോകാത്ത ധാരാളം ഓർമ്മകൾ ഉണ്ടാകും. വളരെ തമാശയുള്ളതുണ്ടാകും, ഗൗരവമുള്ളതുണ്ടാകും, ജീവിതത്തിൻ്റെ പുതിയ ഒരു മുഖവും അതുപോലെ തന്നെ നമ്മുടെ ദൈവവിളിക്ക് അർത്ഥപൂർണമായ ഒരു വ്യാഖ്യാനം കണ്ടെത്തുവാനും ഒക്കെ ഇവിടെയുള്ള ജീവിത പരിശീലനം നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയിൽ കവിഞ്ഞ വൈദിക
സാന്നിധ്യം, വൈദികരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 250 പേരെ പ്രതീക്ഷിച്ചപ്പോൾ അതിനേക്കാൾ ഏറെ കൂടുതൽ വൈദികർ ഇവിടെ വന്നു ചേരുന്നു എന്ന് പറയുന്നതും ഈ പഴയ ഓർമ്മകളെ പങ്കുവെക്കാൻ തന്നെയായിരിക്കും. കർത്താവിൻ്റെ മലങ്കര സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ ദൈവമായുള്ള ബന്ധവും ബലിയർപ്പണവും നമ്മുടെ മുഖ്യ ദൗത്യമായി നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും. ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവവും മനുഷ്യനും ഒരുമിച്ച് കൂടിച്ചേരത്തക്കവണ്ണമുള്ള ആ ബലിയർപ്പണം കഴിഞ്ഞാൽ നമ്മെ ഏൽപ്പിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ പോഷണം നടത്തത്തക്കവണ്ണമുള്ള ഉത്തരവാദിത്വം നാം ചെയ്തു വരുന്നുണ്ട്. കൂടാതെ അവരുടെ പ്രതിസന്ധികളിൽ, അവരുടെ ജീവിത ഭാരങ്ങളിൽ അവർക്ക് ഉത്തരം ലഭിക്കേണ്ട അനേക വിഷമസന്ധികളിൽ നാം അവിടെയൊക്കെ ഒരു ഉത്തരവും ഒരു മുഖാന്തരവുമായി തീരേണ്ടതുണ്ട്. അപ്പോൾ സഭയുടെ ഇപ്രകാരമുള്ള വളർച്ചയിൽ ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം ഒട്ടും ചെറുതല്ല. അത് 1815 അത് ആരംഭിച്ചു. ആരാധനാക്രമങ്ങൾ ഭംഗിയായി പഠിച്ച് അത് ബലിയർപ്പണം ഏറ്റവും പരമ്പരാഗതമായി വിശ്വാസത്തിന് പോറലേൽക്കാതെ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു ആരാധനാഭാവം അല്ലെങ്കിൽ ആരാധനാശീലം നമ്മുടെ ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സേവനം തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാധാരണക്കാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും നമ്മുടെ പിതാക്കന്മാർ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമികൾ എന്ന് വിളിക്കപ്പെടാവുന്ന മലങ്കരയിലെ ഭാരതത്തിലെ ഏക സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. കാലാകാലങ്ങളിൽ അതിനൊക്കെ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. എന്നിരുന്നാലും ഈ അപ്പോസ്തോലിക പാരമ്പര്യം, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് വിളിക്കപ്പെടാവുന്ന പാരമ്പര്യം നമുക്കുണ്ടെന്നുള്ളത് നാം അവകാശപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ സഭയ്ക്ക് നേതൃത്വം നൽകി നമ്മുടെ വിശ്വാസികൾക്ക് ദിശാബോധം നൽകുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടേത്. പൗരോഹിത്യം എന്ന് പറയുന്നത് പല നമ്മുടെ തിരുവെഴുത്തുകളിലൂടെ തന്നെ അതിനെ വലിയ സൂചനകളും അതിൻ്റെ പ്രാധാന്യവും നാം തിരിച്ചറിയുന്നുണ്ട്. മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യവും അതുപോലെ തന്നെ അഹറോന്റെ പൗരോഹിത്യവും കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവും, അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും തിരുവെഴുത്തുകളിലൂടെ നാം അറിയുന്നു, മനസ്സിലാക്കുന്നു. ഇപ്പോഴും ആ ബലിയർപ്പണങ്ങളിലൂടെ നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസികളെ മുന്നോട്ട് നയിക്കുകയാണ്. ഈ 200-ാം വർഷം ഇവിടെ ആഘോഷിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായ നാം ഒരുമിച്ച് ചേർന്ന് ഒരു പകൽക്കാലം ഇവിടെ ചെലവഴിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുകയും അഥവാ ഈ സെമിനാരിയുടെ ഫാക്കൽറ്റി അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ആഗ്രഹിക്കുകയും ഇങ്ങനൊരു സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തത് ഏറ്റവും ഉചിതമായി. ഇങ്ങനെയുള്ളൊരു ഔപചാരിക സമ്മേളനത്തിൽ ആർക്കും ഓർമ്മകൾ പങ്കുവെക്കാൻ എളുപ്പമായിരിക്കുകയില്ല. എന്നാൽ ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും. കൊച്ചു വർത്തമാനങ്ങൾ ഒത്തിരി പറയാൻ കാണും. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ മറക്കാൻ പാടില്ലാത്ത വിധത്തിൽ തന്നെ അത് പ്രധാനപ്പെട്ടതായിരിക്കും. അതൊക്കെ ഒന്ന് അനൗദ്യോഗികമായി അയവിറക്കുവാൻ, ആ ഓർമ്മകൾ പുതുക്കുവാനെല്ലാം ഈ സമ്മേളനം സഹായിക്കട്ടെ. തീർച്ചയായും അത് സഹായിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗം
നിങ്ങളും പ്രതീക്ഷിക്കുന്നില്ല, ഞാനും അതിൽ ഉദ്യമിക്കുന്നില്ല. വീണ്ടും ഇനിയും ഈ സഭ മുന്നോട്ട് പോകണം. സാധാരണക്കാരായ വിശ്വാസികൾക്ക് മാതൃകയായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കിടയാകണം. കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണ് നമ്മുടെ പ്രധാന ചുമതല, ശുശ്രൂഷിക്കപ്പെടുകയല്ല എന്ന് കർത്താവ് പരാമർശിക്കുകയും അതും സ്വന്തം ജീവിതത്തിലെ വെളിപ്പെടുത്തുകയും അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമുക്കൊരു പ്രചോദനമാകട്ടെ. നാം പലരുടെയും പല വിധത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരെ നമുക്ക് നയിക്കുവാൻ തക്കവണ്ണം, അവരെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിവിധ സ്വഭാവങ്ങളുള്ള ഓരോ വ്യക്തിയെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഇടയ ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണം ഇടയാകണം. എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കരുതണം. ഒരു കുഞ്ഞാടും നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിലുള്ള അധ്വാനം നമുക്കുണ്ടാകണം. ഇതെല്ലാം ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ്. പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതയുടെ കാലഘട്ടത്തിലും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധം നഷ്ടപ്പെടാതെ നമ്മെ ഏൽപ്പിക്കുന്ന വിശ്വാസികൾക്ക് മാതൃകയായി, അവരുടെ പിതാവായി, അവരുടെ അമ്മയായി, അവരുടെ അധ്യാപകനായി, അവർക്ക് പരിചരണം നൽകുന്ന ദാസനും സേവകനുമായി എല്ലാ വിധത്തിലും നമുക്ക് ശോഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കുറച്ച് സമയം സമ്മേളിക്കുവാൻ ലഭിച്ച ഈ സന്ദർഭം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിലെ ഇത് മുഖാന്തരമായി മലങ്കര സഭയ്ക്ക് കൂടുതൽ ചൈതന്യവും കൂടുതൽ മറ്റുള്ളവരെ കരുതുവാനുള്ള മനസ്സും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മലങ്കരയുടെ വിശ്വാസപ്രീതിക്ക് അക്തി പകർന്ന ജീവിതമാണ്. കഷ്ടതയും സഹനവും പ്രാർത്ഥനാശാലന്റെ മുത്തുകളാക്കിയ ഗുരുനാഥൻ